പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് വെള്ളിയാഴ്ച കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ ധ്യാനിക്കേണ്ട ദിനമാണല്ലോ. കുരിശിൻ്റെ വഴിയൊക്കെ നമ്മൾ ഈ നോയമ്പുകാലത്ത് എല്ലാ ദിവസവും വായിച്ച് ധ്യാനിക്കേണ്ടതാണ്. എന്നാലും സ്പെഷ്യലായിട്ട് കുരിശിൻ്റെ വഴി നമുക്ക് ധ്യാനിക്കാം. ഈശോ നമുക്ക് വേണ്ടി യാഗമായി മാറിയവൻ, നമുക്ക് വേണ്ടി ആകാശത്തിനും ഭൂമിക്ക് മധ്യേ 3 ആണികളാൽ കീറി മുറിക്കപ്പെട്ടവൻ, അവൻ്റെ 5 മുറിവുകളിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ നൊമ്പരം, നമ്മുടെ കഷ്ടപ്പാടുകൾ, മനസ്സിനേറ്റ ആ മുറിവുകൾ എല്ലാം ഈശോയുടെ ആണിപ്പഴുതുള്ള കരങ്ങളിലേക്കോ അല്ലെ വിലാപ്പുറത്തേക്കോ മുൾക്കിരീടത്തിലേക്കോ വെച്ച് കൊടുക്കാം. ഈ വെച്ച് കൊടുക്കുമ്പോൾ നല്ല മനസ്സോടെ വെച്ച് കൊടുക്കണം, പ്രത്യാശയോടെ വെച്ച് കൊടുക്കണം. കുഞ്ഞു ബ്രദർ എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന് ഒരു മകനാണുള്ളത്. അദ്ദേഹം അന്യ സ്ഥലത്ത് ദൈവവേലയ്ക്ക് പോയിട്ട് വരികയാണ്. ഇച്ചിരി നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് എത്താറായി കഴിയുമ്പോൾ ജനക്കൂട്ടം, എന്താ പറ്റിയ? അപ്പോഴാണ് ഏകമകൻ മരിച്ച് കിടക്കുന്നൊരവസ്ഥ. ഇന്നത്തെ പോലെ ഒന്നുമില്ലല്ലോ, ഫോമോ മൊബൈലോ മറ്റുള്ള അറിയിക്കാനൊന്നുമില്ലല്ലോ. ആ കുഞ്ഞിനെ അദ്ദേഹം എടുത്ത് മടിയിൽ കിടത്തി അദ്ദേഹം പാടി, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ അതെടുത്ത് ഞാൻ ഹല്ലേലൂയ പാടുമെന്ന്, സ്തോത്രഗീതം ആലപിക്കുമെന്ന്. ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയാണെങ്കിലും ഞാനും നിങ്ങളും നമുക്ക് എത്ര പേർക്ക് സാധിക്കും? നമ്മളുടെ മകൻ്റെ വിവാഹം നടക്കാതെ വേദനിക്കുമ്പോൾ, മകളുടെ നല്ല ഭാവി അല്ലെങ്കിൽ അവളെ കെട്ടിച്ചയക്കാൻ പറ്റാതെ വേദനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീടില്ലാത്ത അവസ്ഥ, ഒരു ജോലിയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കടക്കിണിയായിരിക്കുന്ന അവസ്ഥ, ഈ അവസ്ഥകളിൽ നമുക്ക് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം? നിൻ്റെ അവസ്ഥകളിൽ, നീ ആയിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തെ സ്തുതിക്കുക. ദൈവമറിയാതെ നമ്മുടെ മേലൊന്നും സംഭവിക്കുന്നില്ല. അത് വ്യക്തമായി നമ്മൾ അറിഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഈ സ്തുതിപ്പ് എന്ന് പറയുമ്പോൾ സ്തുതികളിൽ ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും, ഏതൊരു തിന്മകളും മാറും, അത്ഭുത രോഗസൗഖ്യങ്ങളുണ്ടാവും. കാരണം നമ്മൾ ആരാധിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്, രക്ഷകനായ യേശുവിനെയാണ്, ത്രിത്വത്തെയാണ്. ആയതിനാൽ അവിടെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം കിട്ടും. പക്ഷെ നമ്മുടെ ദൈവാരാധന എങ്ങനെയാണ്? പലപ്പോഴും സ്വാർത്ഥതയായിട്ട് മാറുന്നു. എനിക്കത് കിട്ടാൻ, ഇത് കിട്ടാൻ. നമ്മൾ എങ്ങും എത്തിയിട്ടില്ല മക്കളെ. നമ്മളാരും, ഞാനടക്കം എങ്ങും എത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ഒരു പരിശ്രമമാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന്, ഈശോയെ ഞാനൊന്നുമല്ല കർത്താവേ, എങ്ങും എത്തിയിട്ടില്ല കർത്താവേ, എനിക്ക് ഒരുപാട് വെളിപ്പെടുത്തലുകൾ നൽകണമേ കർത്താവേ, ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് തന്നെ കാണിച്ചു തരണമേ. ഞാൻ ആരാ? എൻ്റെ സ്വഭാവം, എൻ്റെ പ്രവൃത്തി, എൻ്റെ ചിന്തകൾ എന്താണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണേ കർത്താവേ. എൻ്റെ ചോദ്യത്തിന് 100% ആത്മാർത്ഥതയുണ്ടെങ്കിൽ, എൻ്റെ ചോദ്യത്തിന് 100% വിശ്വസ്തതയുണ്ടെങ്കിൽ, എൻ്റെ ചോദ്യത്തിന് 100% എളിമയുണ്ടെങ്കിൽ, എൻ്റെ ചോദ്യത്തിന് 100% ഫലവിചാരമില്ലെങ്കിൽ, എൻ്റെ ചോദ്യത്തിന് ദൈവസ്നേഹമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം നമ്മളെ സ്പർശിക്കും, അനുഗ്രഹിക്കും, നമ്മളെ കേൾക്കും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി മക്കളെ, ദൈവത്തിന് സ്തോത്രം മക്കളെ. സർവശക്തനായ ദൈവമേ, രക്ഷയുടെ വാഗ്ദാനമേ, എത്ര മക്കളാണ് അനുതാപ ഹൃദയത്തോടെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നതെന്ന് അങ്ങ് നോക്കിക്കാണുകയാണല്ലോ ഈശോയെ. ഞങ്ങൾക്കൊക്കെ അപ്രകാരം സാധിക്കുമാറാകട്ടെ. മക്കളെ, നിങ്ങളുടെ കഷ്ടതകൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ നൊമ്പരങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ ഏതു തന്നെയായാലും ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം അല്പനേരം ഇരിക്കുക, എന്നെ തന്നെ വെളിപ്പെടുത്തി തരണേ കർത്താവേ എന്ന്. കർത്താവ് വെളിപ്പെടുത്തി തരും മക്കളെ. ഈ നൊയമ്പ് കാലത്തിൽ, ഈ വെള്ളിയാഴ്ച, ഇന്ന് നല്ലൊരു കുമ്പസാരത്തിന് നമുക്ക് ഒരുങ്ങാം. എഴുതി കൊണ്ടുപോയി കുമ്പസാരിക്കുക. കർത്താവ് പറഞ്ഞു തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
പറഞ്ഞു തരും. എഴുതിയെടുത്താൽ തീരില്ല മക്കളെ. നിന്റെ എഴുത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നീ സമയം ചെലവാക്കുമെന്ന് നീ തയ്യാറാണെങ്കിൽ, നിനക്കത് വേണമെന്ന് നീ തീരുമാനിച്ചാൽ, യെസ് യെസ് യെസ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടങ്ങനെ എഴുതിക്കാൻ തുടങ്ങുമ്പോൾ നീ ചിന്തിക്കുന്നേക്കാൾ അപ്പുറം പാവങ്ങളുണ്ടാവും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു, നമ്മളെല്ലാവരും പാവികളാ, എല്ലാവരും പാവികളാണ്. നിന്റെ പാവങ്ങൾ ഓർക്കാം. കർത്താവേ, ഈ മക്കളുടെ ആവശ്യങ്ങൾ എന്താണോ? രോഗമാണോ? സമർപ്പിക്കുന്നു. കഷ്ടതയാണോ? സമർപ്പിക്കുന്നു. കടബാധ്യതയാണോ? സമർപ്പിക്കുന്നു. ജോലിയില്ലാത്ത അവസ്ഥയാണോ? സമർപ്പിക്കുന്നു. വീടില്ലാത്ത അവസ്ഥയാണോ? സമർപ്പിക്കുന്നു. തടസ്സമില്ലാതെ അടുത്ത ഞായറാഴ്ച ധ്യാനത്തിന്, വൺഡേ ധ്യാനത്തിന് ഇവർക്ക് വരാൻ സമർപ്പിക്കുന്നു. 13-ാം തീയതി താമസമുള്ള ധ്യാനം, ഈ ഏപ്രിൽ 13-ന് പിലാനുഭവ ധ്യാനം, കർത്താവെ, ഒരു അനുഗ്രഹ ധ്യാനമായി മാറാൻ വേണ്ടി ഞങ്ങൾക്ക് വരാൻ, തടസ്സമില്ലാണ്ട് വരാൻ വേണ്ടി സമർപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു 4-5 പേർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്ന, ഞാൻ സമർപ്പിക്കുന്നു. ഇതെല്ലാം സമർപ്പിക്കുക. നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് പരിശുദ്ധ കുർബാനയെ ധ്യാനിച്ച് കർത്താവിൻ്റെ സന്നിധി നമുക്കായിരിക്കാം. മോനെ മോളെ, നമ്മളൊന്ന് മനസ്സ് പാകപ്പെടുത്തുമ്പോൾ തന്നെ, എനിക്ക് എൻ്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ കർത്താവ് വന്നു കഴിഞ്ഞു. പാപങ്ങളെ ഓർത്ത് ഒരു നിലവിളിയുടെ സ്വരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ, നിലവിളിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ, നിലവിളിക്കുന്നു. അനുതാപത്തിൻ്റെ കണ്ണുനീരോടെ ഇന്ന് വെള്ളിയാഴ്ച പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച് അനുതാപ കണ്ണീരോട് പൊട്ടിക്കരഞ്ഞ് ഒരു തുള്ളി കണ്ണുനീര് ഈ നിമിഷം നീ ആയിരിക്കുന്ന സ്ഥലം ഭവനമാണോ അവിടെ ഒഴുകട്ടെ. എവിടെയാണോ ഒരു തുള്ളി കണ്ണുനീരൊഴുകുമ്പോൾ അവിടുന്ന് കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരം നിന്റെ തലയിൽ തലോടുന്ന ആ അനുഭവം, നിന്റെ ഹൃദയത്തിൽ തലോടുന്ന അനുഭവം നിനക്ക് കിട്ടും. അവൻ നല്ലവനാണ്, ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്നവൻ. കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ, നിലവിളിക്കുന്നു. ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ. ഈശോയെ, അങ്ങയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്ന് ഞങ്ങൾ യാചിക്കുന്നു. യാചന കേൾക്കണമേ ഈശോ, പ്രാർത്ഥന കേൾക്കണമേ. യാചന കേൾക്കണമേ ഈശോ, പ്രാർത്ഥന കേൾക്കണമേ. ശാന്തമായി തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.